നമ്മുടെ മേയർ തിരുവനന്തപുരം മേയർ വി രാജേഷ് കഴിഞ്ഞ ദിവസം നമ്മുടെ കലോത്സവ നഗരി സന്ദർശിച്ചിരുന്നു. നോക്കൂ, തിരുവനന്തപുരം നഗരസഭയുടെ പിതാവാണ്, പക്ഷെ എല്ലായിടത്തും ആക്റ്റീവാണ് വി രാജേഷ്. ഇപ്പൊ ശബരിമലയിലാണ്, സ്വയം മാതൃകയാവുകയാണ് വി രാജേഷ്. അപ്പോ ശബരിമലയിലാണ് ഇപ്പോൾ ഉള്ളത്. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായി കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ ഭഗവാൻ അയ്യപ്പന്റെ അനുഗ്രഹം ഒപ്പമുണ്ടാകും എന്ന പ്രതീക്ഷ പങ്കുവെക്കുകയാണ് വി രാജേഷ്. മുൻപോട്ടുള്ള യാത്രയിലും കൂടുതൽ കരുത്ത് പകരാൻ ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും കൂടിയാണ് അദ്ദേഹം ജനം ടിവിയോട് പ്രതികരിച്ചത്. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ വി രാജേഷിനൊപ്പമുള്ള റിപ്പോർട്ടുകളാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും മികച്ച വിജയത്തിന് ശേഷം മേയറായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. എന്തായാലും വർഷങ്ങളായി ഇങ്ങനെ ശബരിമലയിലേക്ക് എത്തുന്നു, പക്ഷേ ആദ്യമായി മേയറായി എത്തുന്നു. എന്താണ് ഒരു അനുഭവം? ഒരുപാട് അനുഭവങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. വ്യക്തിപരമായി ചെറിയ പ്രായം മുതൽ തന്നെ ശബരിമലയിൽ വരുന്നതിൻ്റേതായ ഒരു സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി, ശബരിമലയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇടപെടാൻ കഴിഞ്ഞതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം ഉണ്ട്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയം മുതൽ തന്നെ ശബരിമല വരുന്ന ഭക്തരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും ഇവിടെ നടക്കുന്ന ചില തെറ്റായ പ്രവണതകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുവാനും ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലുമൊക്കെ തന്നെ താമസിച്ചുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ യുവതീ പ്രവേശന സമയത്ത് സഹപ്രവർത്തകരോടൊപ്പം നിരവധി ദിവസങ്ങൾ, നിങ്ങൾക്കെല്ലാം അറിയാം, ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ല, അതിന് എതിരെ നിലപാടെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും അതിനൊക്കെ ശേഷം അന്ന് നടന്നു പോയ വഴികൾ ശരിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ. തീർച്ചയായിട്ടും മേയർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ വരുമ്പോഴേക്കും സമൂഹം ഏൽപ്പിച്ചിട്ടുള്ള, പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ സമൂഹം ഞങ്ങളെ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അത് നന്നായിട്ട് വളരെ വേഗത്തിൽ തന്നെ ഭംഗിയായിട്ട് ചെയ്ത് പൂർത്തിയാക്കുവാനുള്ള രീതിയിലുള്ളൊരു പ്രാർത്ഥനയാണ് മനസ്സിലുള്ളത്. തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സമൂഹത്തിൻ്റെ പിന്തുണയോട് നടപ്പാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലൂടെയാണ് മലയിറങ്ങുന്നത്. തീർച്ചയായും അന്നറിയാം, നേരത്തെ സൂചിപ്പിച്ചു പോയി 2018 അത് ഒരു ഭക്തരെ സംബന്ധിച്ചോളം ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. നമ്മൾ ഒരുമിച്ചായിരുന്നു ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് അനുഭവിച്ച ഒരു പ്രശ്നങ്ങൾ, ശബരിമലയുടെ ഏറ്റവും പവിത്രമായ ആചാരങ്ങൾ അത് തകർക്കാനുള്ള ഗൂഢമായ ഒരു ശ്രമങ്ങൾ, ആ ശ്രമത്തിനെതിരെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആ ഓർമ്മ കൂടിയില്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും ഇവിടെയൊക്കെ നിന്നപ്പോൾ അയ്യപ്പൻ്റെ ശക്തി കൊണ്ട്, പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ അന്നത്തെ പ്രതിസന്ധികൾ അതിജീവിക്കാൻ കിട്ടിയ കരുത്താണ് ഇന്നും ഭരണത്തിലെത്തുമ്പോൾ പല കാര്യങ്ങളും തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസവും മുതൽക്കൂട്ടുമായി നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കും. ഇന്ന് ഒരു വലിയ ഉത്തരവാദിത്തമാണ്, തലസ്ഥാന നഗരിയുടെ മേയറാണ്, അന്നേരം ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അത് ഭഗവാന്റെ അനുഗ്രഹം കൂടി മുന്നോട്ടുള്ള പ്രയത്നത്തിലുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകും. ഞങ്ങൾ ശരിയായ കാര്യമാണ് ചെയ്തു പോകുന്നതെങ്കിൽ, ധർമ്മത്തിന് നിരക്കുന്ന കാര്യങ്ങളാണ് ചെയ്തു പോകുന്നതെങ്കിൽ തീർച്ചയായും എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഒക്കെ ഉണ്ടാകും എന്നുള്ള വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്തായാലും വളരെയധികം സന്തോഷം. എന്തായാലും ഭക്തി നിർഭരമായ സന്നിധാനമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും മകരവിളക്കിന് ശേഷം വലിയ രീതിയിലുള്ള ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നു. ഈ സമയത്ത് തന്നെയാണ് മേയർ ആയതിനു ശേഷം വി രാജേഷ് സന്നിധാനത്തേക്ക് എത്തിയത്.